എതിരിക്കരുത്. മുഹമ്മദ് ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിലല്ല, അതിന് മുമ്പ് അറബി സംസാരിച്ചവരില്ലേ? അതിന് മുമ്പും അള്ളാഹ് ഇല്ലേ? മുഹമ്മദ് ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിലില്ലേ? അതിനു മുമ്പ് അള്ളാഹ് ഇല്ലേ? അതിനു മുമ്പ് അറബി സംസാരിച്ചവരില്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ മരുഭൂമിയിൽ ഇസ്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അറബി വിശുദ്ധന്മാരുടെ ജീവചരിത്രമാണ്. തെറ്റിദ്ധരിക്കരുത്. മുഹമ്മദ് ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിലല്ല, അതിന് മുമ്പ് അറബി സംസാരിച്ചവരില്ലേ? അതിന് മുമ്പും അള്ളാഹ് ഇല്ലേ? അതിന് മുമ്പുള്ള എത്രയോ വിശുദ്ധന്മാരുടെ, അതായത് സിറിയൻ കാത്തലിക് ഒന്നും കൂടെ മുഹമ്മദിന് മുമ്പുള്ള വിശുദ്ധന്മാരുടെ, അതായത് സിറിയൻ കാത്തലിക് ഒന്നും കൂടെ പറഞ്ഞാൽ ആന്റിയോക്യൻ, ഒന്നും കൂടെ പറഞ്ഞ ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെട്ട നാട്ടിൽ തന്നെയുള്ള ഒരുപാട് കത്തോലിക്ക വിശുദ്ധരുടെ, അല്ലെങ്കിൽ അന്നത്തെ സഭയിലുള്ള വിശുദ്ധരുടെ പേര് അബ്ദുള്ളമാരായിരുന്നു. എന്റെ സഹോദര, അപ്പൊ ഈ അറബി എന്ന് കേൾക്കുമ്പോഴേക്കും ഇതെന്തോ ഒരു പൈശാചികമാണ്. മാരിയോ ജോസഫ് സഹോദര, ഞാനൊരു ചലഞ്ച് താങ്കളുടെ മുന്നിൽ വെക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? മുഹമ്മദിന് മുമ്പും അറബികളിൽ വിശുദ്ധന്മാരുണ്ട്, ക്രിസ്ത്യാനികളായ വിശുദ്ധന്മാരുണ്ട്. മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു അറബി വിശുദ്ധന അബ്ദുള്ള എന്നോ അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ടെന്നോ താങ്കൾക്ക് തെളിയിക്കാൻ നട്ടലുണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കാം. ഒരു കാര്യം ഇസ്ലാമിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന ഈ പേഗൻ ഗോഡിനെ, ഈ ഒരു വ്യാജ ദേവനെ വിശുദ്ധമാക്കാൻ വേണ്ടി വിശുദ്ധന്മാരെ കുറിച്ച് പോലും നുണ പറയുന്നതിനകത്തെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല സഹോദര. താങ്കൾ പറയുന്നത് മുഹമ്മദിന്റെ മുമ്പും അറബികളുണ്ട്, അറബി ക്രൈസ്തവരുണ്ട്, അതിൽ വിശുദ്ധന്മാരുണ്ട്, അതിൽ പലർക്ക് അബ്ദുള്ള എന്ന പേരുണ്ട്. അബ്ദുള്ള എന്ന് പേരുള്ള ഒരു വിശുദ്ധനെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കത്തോലിക്കൻ കേട്ടിട്ടുണ്ടോ? കത്തോലിക്ക സഭയിൽ പോട്ടെ, ഏതെങ്കിലും ഓർത്തഡോക്സുകാർ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും യാക്കോബേക്കാർ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സഭയിലുണ്ടോ? ഇല്ല. ഓർത്തഡോക്സ് വിശ്വാസത്തിലോ കാത്തലിക് വിശ്വാസത്തിലോ അബ്ദുള്ള എന്ന് പേരുള്ള ഒരു വിശുദ്ധനെ പൊടിയിട്ട കാണില്ല സഹോദരൻ. മുഹമ്മദിന് മുമ്പുള്ളത്, പിമ്പുള്ളതല്ല, മുഹമ്മദിന് മുമ്പുള്ളത്. അപ്പോൾ താങ്കൾക്ക് നട്ടലുണ്ടെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞതിനോട് 1% താങ്കൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ, മാരിയോ ചലഞ്ച് 1, മുഹമ്മദിന് മുമ്പ് ജീവിച്ചിരുന്ന ഏതെങ്കിലും ക്രൈസ്തവ വിശുദ്ധന്മാരുടെ പേര് അബ്ദുള്ള എന്ന് ചേർത്തോ അള്ളാഹ് എന്ന് ചേർത്തോ ഉള്ളതിന് ഒരു സിംഗിൾ എവിഡൻസ്, അധികമൊന്നും ചോദിക്കുന്നില്ല, ഒരു സിംഗിൾ എവിഡൻസ് താങ്കൾ കൊണ്ടുവരിക. താങ്കൾ ഈ പറഞ്ഞതിനകത്ത് എത്ര തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിന്ന് എൻ്റെ പൊന്നു സഹോദര, നമുക്ക് തലക്ക് ഭ്രാന്തായിപ്പം കൊണ്ട്. താങ്കൾ പറഞ്ഞ വീഡിയോയിൽ താങ്കൾ തന്നെ ഒരു ദിവസം ഒന്നിരുന്ന് കേട്ട് നോക്കണം. അപ്പം ഇത് തന്നെ ഒന്ന് കേട്ടാൽ, ഞാൻ ഇതിനകത്ത് ജസ്റ്റ് എറേഴ്സ് എന്ന് പറയും, ചലഞ്ച് കഴിഞ്ഞിട്ട് എറേഴ്സ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേക്ക് മുസ്ലിം വ്യാഖ്യാനിക്കുന്നു, അറബികളിൽ എന്ത് നല്ല വിശുദ്ധരായ ക്രിസ്ത്യാനികളുണ്ട്. ഞങ്ങളുടെ ഈ മിഷന്റെ പേര് തന്നെ ഫിലോകാലിയ എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ മരുഭൂമിയിൽ ഇസ്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അറബി വിശുദ്ധന്മാരുടെ ജീവചരിത്രമാണ്. തെറ്റിദ്ധരിക്കരുത്. മുഹമ്മദ് ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിലല്ല, അതിന് മുമ്പ് അറബി സംസാരിച്ചവരില്ലേ? അതിന് മുമ്പും അള്ളാഹ് ഇല്ലേ? അതിന് മുമ്പുള്ള എത്രയോ വിശുദ്ധന്മാരുടെ, അതായത് സിറിയൻ കാത്തലിക് ഒന്നും കൂടെ പറഞ്ഞാൽ, ഹലോ, ഈ സിറിയൻ കാത്തലിക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഭാരത സഭേനെ പറയുന്ന പേരാ, അല്ലാതെ സിറിയയിലെ സഭക്കാരെ പറയുന്ന പേരല്ല സിറിയൻ കാത്തലിക് എന്ന്, മനസ്സിലായോ? കേരളത്തിൽ തോമാസ് ലിഹയോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ വന്നുണ്ടാക്കിയ കേരളത്തിലെ ആർച്ച് ഡീക്കനാൽ നയിക്കപ്പെട്ട സഭയിൽ എന്താ പറയുക, സിറിയൻ ക്രിസ്ത്യാനികൾ സിറിയയിൽ അന്ത്യോക്യയിൽ നിന്ന് ബിഷപ്പുമാർ ഇങ്ങോട്ട് AD 300-കളിൽ വന്നതാണ്. അല്ലാതെ ഇവിടുത്തെ സഭ സിറിയക്കാരുണ്ടാക്കിയതോ അന്ത്യോക്യക്കാരുണ്ടാക്കിയതോ ഒന്നും അല്ല ഭാരതത്തിലെ സഭ. അതിൻ്റെ ഒരു വകഭേദമായ സീറോ മലബാർ സഭ കത്തോലിക്ക സഭയിൽ ചേർന്നപ്പോഴാണ് ഈ പറയുന്ന സിറിയൻ കാത്തലിക് എന്ന് പറയുന്ന ഒരു ഫ്രേസ് തന്നെ ഉണ്ടാകുന്നത്. ഇപ്പം ഈ സിറിയൻ കാത്തലിക് സഭ സിറിയയിലുള്ളതോ അന്ത്യോക്യയിലുള്ളതോ ഒന്നുമല്ല, ഭാരത സഭയുടെ ഒരു പേര് മാത്രമാണ്. എന്നെങ്കിലും താങ്കൾ കത്തോലിക്കൻ എന്ന് വലിയ മേനി നടിക്കുമ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ആന്റിയോക്യൻ, ഒന്നും കൂടെ പറഞ്ഞ ക്രിസ്ത്യാനി എന്ന പേര് വിളിക്കപ്പെട്ട നാട്ടിൽ തന്നെയുള്ള ഒരുപാട് കത്തോലിക്ക വിശുദ്ധരുടെ, അന്ത്യോക്യയിലുള്ള കത്തോലിക്ക വിശുദ്ധരുടെ ലിസ്റ്റ് ഒന്ന് എടുക്കണേ, നമുക്ക് കാണാം. കത്തോലിക്ക വിശുദ്ധരുടെ, അന്ത്യോക്യയിലുള്ള ഓർത്തഡോക്സ് ആയിട്ട് യാക്കോബായ വിശുദ്ധന്മാരുടെ അല്ല, കത്തോലിക്ക വിശുദ്ധന്മാരുടെ ലിസ്റ്റ് ഒന്ന് എടുക്കണം. അപ്പം കാണാം ഈ രസം. ഓക്കെ, നമുക്ക് എന്തായാലും ഇദ്ദേഹം പറഞ്ഞതിൻ്റെ നുണ, വ്യാജം നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹം പറഞ്ഞതിലെ വ്യാജങ്ങൾ ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒത്തിരി ഓർത്തഡോക്സ് വിശുദ്ധന്മാരുണ്ട്. നമുക്ക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് മുതൽ തുടങ്ങാം. നമ്മുടെ യാക്കോബായ സിറിയൻ പാത്രിയർക്കീസുമാരിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്കീസുമാരുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളിവിടെ കാണിക്കാം. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാത്രിയർക്കീസും മുഹമ്മദിന് ശേഷം പോലും, മുഹമ്മദിന് മുമ്പില്ല, മുഹമ്മദിന് ശേഷം പോലും അള്ളാഹ് ചേർത്തില്ല എന്ന് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. അവരുടെ ഡൈനാസ്റ്റി അനുസരിച്ച്, അവരുടെ
പാത്രീർക്കീസുമാരുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇഗ്നേഷ്യസ് ഐസക്കിനെ കാണാം, ഇഗ്നേഷ്യസ് ജോർജിനെ കാണാം, ഇഗ്നേഷ്യസ് അബ്ദുൾ മസീഹിനെ കാണാം. അല്ലാതെ അതും 1600, അബ്ദുള്ള എന്നുള്ള പേര് പോലും വന്നത് 1662 ഇതിന് മുമ്പുള്ള ഒരു പാത്രീർക്കീസിലും അബ്ദുള്ള എന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വർത്തമാന പ്രകാരം ഇഷ്ടംപോലെ വിശുദ്ധന്മാർ അബ്ദുള്ള എന്നുള്ള പേരിൽ മുഹമ്മദിന് മുമ്പുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ഇനി എൻ്റെ വല്ല കയ്യബദ്ധം പറ്റിയതാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ പാത്രീർക്കീസുമാരെ വിട്ടിട്ട് നമുക്ക് വിശുദ്ധന്മാരെ തന്നെ പിടിക്കാം. ഇനി ഇദ്ദേഹത്തിന് വിശുദ്ധന്മാർ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. കാത്തോലിക് വിശുദ്ധന്മാരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. കാത്തലിക് വിശുദ്ധന്മാരുടെ ലിസ്റ്റ് ഈ കാത്തലിക് 2000.com എന്നുള്ളൊരു സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത് കിടപ്പുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ലിസ്റ്റുകളും പരിശോധിക്കാം. ഇതിനകത്ത് എവിടെയെങ്കിലും അബ്ദുള്ള എന്ന പേരുള്ളൊരു വിശുദ്ധനുണ്ടോ? മുഹമ്മദിന് മുമ്പെന്നല്ല പിമ്പ് പോലും അബ്ദുള്ള എന്ന പേരിലൊരു വിശുദ്ധൻ കത്തോലിക്ക സഭയ്ക്കില്ല. ആകെ ഉള്ള അള്ളാകളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ ഇതിനകത്തുള്ള അള്ളയല്ല, അബ്ദുകളെ നിങ്ങൾക്ക് കാണാം. അബ്ദാസ്, അബ്ദ് ജീസസ്, അല്ലാതെ അബ്ദുള്ള എന്ന പേരുള്ള ഒരു വിശുദ്ധനെ കത്തോലിക്ക സഭയുടെ ലിസ്റ്റിനകത്ത് ഇല്ല സഹോദര. പിന്നെ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞ് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ ഈ ഒരു സുഡാപ്പി ലൈൻ എടുക്കണമെന്ന് ഉള്ള കാര്യം പറയും. നുണ പറഞ്ഞ് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേട്. അപ്പം യാക്കോബായ സഭയുടെ പാത്രീർക്കീസുമാരിൽ ഒരു അബ്ദുള്ള പോലും മുഹമ്മദിന് മുമ്പില്ല, മുഹമ്മദിന് പിമ്പുമില്ല. വിശുദ്ധന്മാരുടെ ലിസ്റ്റ് എടുത്താൽ, കത്തോലിക്ക വിശുദ്ധന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഒരാൾ പോലും മുഹമ്മദിന് മുമ്പുമില്ല, പിമ്പുമില്ല. ഇദ്ദേഹം പറഞ്ഞല്ലോ അള്ളയോ അബ്ദുള്ളയോ ചേർത്ത് മുമ്പുമില്ല, പിമ്പുമില്ല. ഇനി ഓർത്തഡോക്സുകാരുടെ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് എങ്ങനെ ഉണ്ടോ? ഓർത്തഡോക്സുകാരുടെ വിശുദ്ധന്മാരുടെ ലിസ്റ്റും നമുക്ക് കിട്ടും. orthodoxwiki.org എന്നുള്ള സൈറ്റിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ ഓർത്തഡോക്സ് വിശുദ്ധന്മാരുടെ ലിസ്റ്റ് കിട്ടും. അതിനകത്തും നമുക്ക് അബ്ദുള്ള, അഹമ്മദ് എന്ന പേരിൽ പോലെ വിശുദ്ധന്മാരുണ്ട്. അബ്ദുള്ള എന്നുള്ള പേരിലൊരു വിശുദ്ധൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അബ്ദുള്ള എന്നുള്ള പേരിൽ അബ്ദായി എന്നുള്ളതാണ്, അബ്ബ് ചേർത്തുള്ളത് ആകെ അബിബസ് ഓഫ് നെക്രസി, അത് അബു ഓഫ് തിബ്ലിസി. ഇതാണ് ഉള്ള വിശുദ്ധന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്. അബ്ദുള്ള എന്ന പേരിൽ മുഹമ്മദിന് മുമ്പെന്നല്ല പിമ്പ് പോലും ഓർത്തഡോക്സ് സഭയിലോ കത്തോലിക്ക സഭയിലോ ഓർഡൈൻഡ് വിശുദ്ധന്മാരില്ല. ഇനി മാരിയോ ജോസഫ് പോലെ മുഹമ്മദിൻ്റെ അമ്മായച്ചനെ വിശുദ്ധനാക്കിയോ സെയിൻറ്റ് അബ്ദുള്ളയാക്കിയോ എന്നൊന്നും എനിക്കറിയില്ല. മുഹമ്മദിൻ്റെ അപ്പനെ കയറി സെയിൻറ്റ് അബ്ദുള്ളയാക്കിയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ ഓർത്തഡോക്സുകാരുടെ വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ ഈ അബ്ദുള്ള ഇല്ല. പെന്തക്കോസ്തുകാർക്ക് പിന്നെ വിശുദ്ധന്മാരെന്നൊരു ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തപ്പേണ്ട കാര്യവുമില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ അബ്ദുള്ള കിട്ടിയെന്ന് ചോദിച്ചാൽ, ആകെ ഒരു സെയിൻറ്റ് അബ്ദുള്ള ഈ ഇൻ്റർനെറ്റ് മുഴുവൻ ഞാൻ പരതിയിട്ട് ഉള്ള റെക്കോർഡുകൾ മുഴുവൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയ ഒരേ ഒരു സെയിൻറ്റ് അബ്ദുള്ളയാണ്. ഒരു ഓഡിയോ ആൽബം, ഒരു മ്യൂസിക് ആൽബമാണ് സെയിൻറ്റ് അബ്ദുള്ള. ഇറാനികൾ കഴിഞ്ഞിടയ്ക്ക് ഇറക്കിയ ഒരു മ്യൂസിക് ആൽബമാണ് സെയിൻറ്റ് അബ്ദുള്ള. എൻ്റെ പൊന്ന് സഹോദര, ഈ ഇങ്ങമാതിരി നുണ പറഞ്ഞ് ഈ അബ്ദുള്ളനെ സപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഈ അള്ളാഹ് എന്ന് പറയുന്ന പേഗൻ ഗോഡിൻ്റെ അടിമ എന്ന അർത്ഥത്തിലാണ് അബ്ദുള്ള എന്നുള്ള പേര് മുഹമ്മദിൻ്റെ വാപ്പക്ക് ഇടുന്നത്. കാര്യം മുഹമ്മദിൻ്റെ വാപ്പ, അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൾ മുത്തലിബ് ആരായിരുന്നു? ഒരു പേഗൻ ബഹുദൈവ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതത്തിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അബ്ദുള്ളയുണ്ട്, അബ്ദുൾ ഉസയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആരാധിച്ചിരുന്ന അനേകം ഇലാഹുകളിൽ ഒരാളായ അള്ളയുടെ അടിമയെന്ന് പറഞ്ഞൊരു മകന് പേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അബ്ദുൾ ഉസ, അള്ളയുടെ മോൾ ഉസയുടെ അടിമ വരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ക്രൈസ്തവർ ചുമന്നുകൊണ്ട് നടക്കണേ? മുഹമ്മദിൻ്റെ വാപ്പ ഒരു ബഹുദൈവ മതവിശ്വാസിയുടെ പേര് ക്രൈസ്തവൻ ചുമക്കണമെന്നൊക്കെ പറയുന്നത് കഷ്ടമല്ലേ? അപ്പോൾ ഈ ഇൻ്റർനെറ്റ് തപ്പുമ്പോൾ സെയിൻറ്റ് അബ്ദുള്ള എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധനായ കത്തോലിക്ക സഭയിലെ വിശുദ്ധ അബ്ദുള്ളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി രൂപക്കൂട്ടി പോയി മെഴുതിരി കത്തിക്കാൻ നിൽക്കരുത് എൻ്റെ പൊന്ന് മാരിയോ ബ്രദറെ. സെയിൻറ്റ് അബ്ദുള്ള എന്ന് പറയുന്നത് ഇറാനികളുടെ ഒരു ഓഡിയോ ആൽബമാണ്. അതും ക്രിസ്ത്യാനിറ്റിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് അപ്പോൾ ഈ നുണ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോവുക. ഇനിയും തപ്പി നോക്കിയാൽ ഒരു ആർച്ച് ബിഷപ്പിനെ നമുക്ക് കിട്ടും. വേണേൽ അബ്ദുള്ള ബ്ലിബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ച് ബിഷപ്പിനെ കിട്ടും നമുക്ക്. അത് മാരണൈറ്റ് ക്രിസ്ത്യൻസിൻ്റെ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു. അങ്ങേര് 1842 അദ്ദേഹം മരിച്ചു. 1760 ജനിക്കുന്നത്. അതായത് മുഹമ്മദ് ജനിച്ചതിന് ഏകദേശം 1100 വർഷത്തിന് ശേഷം ജനിച്ചയാളാണ് ഈ ആർച്ച് ബിഷപ്പ് അബ്ദുള്ള ബ്ലിബ് എന്ന് പറയുന്ന ഈ ആർച്ച് ബിഷപ്പ്. അല്ലാതെ മുഹമ്മദിന് മുമ്പ് ഒരു ബിഷപ്പോ ഒരു വിശുദ്ധനോ ഈ പറയുന്ന അബ്ദുള്ള എന്നുള്ള പേരിലോ അള്ള എന്ന പേരിലോ ഉണ്ടായിട്ടില്ല. മാരിയോ ജോസഫ് അങ്ങനെ ഉണ്ടായെന്ന് താങ്കൾ തെളിയിക്കുക.
മുഹമ്മദിന് മുമ്പുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുത്താൽ, അറബി നാട്ടിലെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുത്താൽ, അറബ് ക്രിസ്ത്യൻസിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുത്താൽ അതിനകത്ത് അൽ ഇലാഹ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തെളിവ് സഹിതം പല പ്രാവശ്യം എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. സൗദി അറേബ്യയിലുള്ള റോക്ക് സാമ്പിൾസ്, ക്രിസ്ത്യൻസിന്റെ ശവകുടീരങ്ങളിലെ റോക്കിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അൽ ഇലാഹിൽ അവൻ വിശ്രമിക്കുന്നു എന്നാണ്. അല്ലാതെ അള്ളാഹുവിൽ വിശ്രമിക്കുന്നു എന്ന് അന്നൊന്നും എഴുതത്തില്ല. കാര്യം എന്താ? അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു പേഗൻ ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്രമിക്കേണ്ട കാര്യം ഒരു ക്രൈസ്തവനില്ല. താങ്കൾക്കുണ്ടാകാം, പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല ബ്രദർ മാരിയോ ജോസഫ്. അപ്പോൾ ഇതുപോലെ നുണ പറഞ്ഞ് അള്ളാഹുവിനെ ന്യായീകരിക്കേണ്ട എന്ത് ഗതികേടാണ് താങ്കൾക്കുള്ളത്? കത്തോലിക്ക സഭ ഇമ്മാതിരി ഗതികേടിലാണോ താങ്കളാക്കിയത്? ഞാൻ വിശ്വസിക്കുന്നില്ല. കത്തോലിക്ക സഭ ഇദ്ദേഹത്തിന് സിനഡ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എന്ത് വില കൊടുത്തും അള്ളാഹുവിനെ സംരക്ഷിക്കാമെന്ന്. കേരള കത്തോലിക്ക സഭയുടെ സിനഡ് താങ്കൾക്ക് വല്ല നിർദ്ദേശം തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇദ്ദേഹം എല്ലാം കത്തോലിക്ക സഭയുടെ പേരിലാണ് ഇടുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞ് അള്ളാഹുവിനെ ന്യായീകരിക്കുന്നത്? നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് മുഹമ്മദിനോട് വെറുപ്പുണ്ടാകാം, അള്ളാഹയോട് വെറുപ്പുണ്ടാകാം. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ ടീച്ചിങ്ങിനോട് പൂർണ്ണമായും വെറുപ്പുണ്ടാകും. അള്ളാഹ് എന്നത് മുഹമ്മദിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു സംശയമില്ല. ഇതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാ. അള്ളാഹു എന്നുള്ളത് മുഹമ്മദിന്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞോണം. അള്ളാഹു എന്നുള്ളത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ്. മുഹമ്മദിന്റെ സൃഷ്ടിയായ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടെങ്കിലേ അള്ളാഹു അനുവദിച്ചാൽ ഞങ്ങൾ ചെയ്യും എന്ന് പറയണമെന്ന്. ഇതാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ സലാം ആശംസിക്കണം. അള്ളാഹു ആരാ? മുഹമ്മദിൻ്റെ സൃഷ്ടി. ഈ മുഹമ്മദിൻ്റെ സൃഷ്ടിനെ ആരാധിക്കണം എന്ന് പറയും മാരിയോ ജോസഫ് ആരാ? മുഹമ്മദിനെ സൃഷ്ടിനെ ആരാധിക്കലാണോ ഞങ്ങൾക്കൊക്കെ പണി? ഞാൻ പറഞ്ഞില്ലേ, താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുഹമ്മദിൻ്റെ സൃഷ്ടിയെയോ, മുഹമ്മദിൻ്റെ പാപ്പ അബ്ദുള്ളേനോ, മുഹമ്മദിൻ്റെ വല്യുപ്പാപ്പ അബ്ദുൽ മുത്തലിബിനെയോ, മുഹമ്മദിൻ്റെ ഭാര്യ എന്താ പറയുക ഫാത്തിമേനെയോ, മോള് ഫാത്തിമേനെയോ, അല്ലെ മുഹമ്മദിൻ്റെ ഭാര്യ ഖദീജ ബീവിയോ, ആരെ വേണമെങ്കിലും താങ്കൾക്ക് ആരാധിക്കാം. അല്ലാതെ മുഹമ്മദിൻ്റെ സൃഷ്ടിയായ ഈ അള്ളാഹുവിനെ ക്രിസ്ത്യാനികൾ ആ അള്ളാഹുവിൻ്റെ പേരിൽ ഇൻഷാ അള്ളാഹ് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നു മാരിയോ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നുകൊണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് കാണിക്കുന്ന വെറുപ്പുണ്ട്. ഒരു ഭാഷയോടുള്ള വെറുപ്പ്, ഒരു സമുദായം മൊത്തം വെറുപ്പ്. ഈ പറയുന്ന അള്ളാഹ് ആരാന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് ആരാന്നോ, ഈ പറയുന്ന ഹദീസ് എന്താണോ, ഇതിന്റെ തഫ്സീർ എന്താണെന്നോ അറിയാത്തവരാണ് 80% മുസ്ലിമീങ്ങൾ. അന്ധമായ ഒരു വിശ്വാസത്തിൽ പോകുന്നു. ഒരു കാര്യമില്ലാതെ അവരെ ഇത്രയും വെറുക്കുന്നത് എന്തിനാണ്? ആരാണ് മാരിയോ ജോസഫ് മുസ്ലിങ്ങളെ വെറുക്കുന്നത്? ഞാൻ ഒത്തിരി മുസ്ലിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി മുസ്ലിങ്ങൾ പലപ്പോഴും ഒത്തിരി അടുത്തിടപഴമേ ഞാൻ പറയും, മിക്കവാറും എൻ്റെ ജൂനിയേഴ്സ് ആയിരിക്കും മിക്കവാറും വരുന്നത്. എടാ മറ്റത് വേറെ, നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേറെ, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. മുസ്ലിമായിട്ടോ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അല്ല ഞാൻ കാണാറുള്ളത്. ഒത്തിരി മുസ്ലിങ്ങൾ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഞാൻ വിമർശിക്കും. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ പഠിപ്പിക്കലുകളെ, അവരുടെ പ്രവാചകന്റെ പഠിപ്പിക്കലുകൾ വിമർശിക്കും. അള്ളാഹു എന്ന് പറയുന്ന ഒരു പേഗൻ ദൈവമാണെന്ന് ഞാൻ വിമർശിക്കും. ആ പേഗൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ആ ഒരു ബഹുദൈവ മതത്തിലെ ദേവനെ ആരാധിച്ച പടച്ച തമ്പുരാനിൽ നിന്ന് അകന്നു പോകരുതെന്ന് മുസ്ലിങ്ങളോട് പറയും. മുഹമ്മദിനെ അനുസരിച്ച് ജീവിച്ച നിങ്ങൾ ഒരു ഭീകര പ്രവർത്തകനാകുമെന്ന് മുസ്ലിങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കും. നല്ല മുസ്ലിം എന്നൊന്നില്ല. ഒരു നല്ല മുസ്ലിമാണ് അവൻ ടെററിസ്റ്റ് ആയിരിക്കുമെന്ന് തെളിവ് സഹിതം ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരുവന് നല്ല മനുഷ്യനാകാം, ഒരിക്കലും നല്ല മുസ്ലിം ആവാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കും. എന്തിനാ? അവരെ സത്യമാർഗത്തിലേക്ക് നയിക്കാൻ, അവർ യഥാർത്ഥ പടച്ചറബിനെ ആരാധിക്കാൻ, അവരെ ശിർക്ക് ചെയ്തുകൊണ്ട് അറബി പേഗൻ ദേവനായ അള്ളാഹുവിൽ നിന്ന് അവർ മുക്തി നേടുന്നതിന് വേണ്ടി, മുഹമ്മദിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി പഠിപ്പിക്കും. അതെങ്ങനെയാണ് സഹോദരൻ വെറുപ്പാകുന്നത്? അറബികൾ, ക്രൈസ്തവർക്ക് ഒരു മുസ്ലിം പോലും ക്രൈസ്തവന് സലാം പറയരുത്, സമാധാനം ആശംസിക്കരുതെന്ന് മുഹമ്മദ് പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് സഹോദരൻ മുസ്ലിങ്ങൾ വെറുക്കുന്നതെന്ന്? മുസ്ലിങ്ങൾ ക്രൈസ്തവരെ വെറുക്കുന്നു എന്നുള്ള സത്യമല്ലേ തുറന്നു പറയുന്നത്? ഈ ഹദീസുകൾക്കകത്തും ഈ ഖുറാനകത്തും ഇമാതിരി വൃത്തികേടുണ്ടെന്ന് മുസ്ലിങ്ങളോട് പറയരുത് സഹോദരൻ. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് അവരോടൊന്നും പറയരുതെന്ന്. ചേടാ, അപ്പൊ ഇമ്മാതിരി ഒരു ഭീകരനായ ആളെ പ്രവാചകനെന്ന് വിളിച്ചുകൊണ്ട്, ഇങ്ങനെ ദൈവമല്ലാത്ത ഒരുത്തനെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് അവരങ്ങ് നശിച്ചോട്ടെന്ന്. ഇത് എവിടത്തെ ആർഗ്യുമെന്റാ? താങ്കൾ ഏതു തരത്തിലുള്ള ഒരു സുവിശേഷകനാണ്? അപ്പൊ ഇമാതിരി ലോക്കൽ ആർഗ്യുമെന്റുകൾ കൊണ്ടുവരരുത്. പക്ഷെ ഇദ്ദേഹം പിന്നെ പോകുന്നൊരു സുഡാപ്പി അടവ. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം, അതാണ് സുവിശേഷം. എന്നോട് പോലും നിങ്ങൾ ഇത്രയും വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയൊന്നും ധൈര്യത്തിൽ സംസാരിക്കാത്ത ഒരാൾ. ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോ ധൈര്യത്തിൽ സംസാരിക്കേണ്ടി വരികയാണ്.
എന്തുകൊണ്ടാണ് എന്നെയും വേട്ടയാടുന്നത് നിങ്ങൾ? എൻ്റെ പൊന്നു സഹോദര, എൻ്റെ ആയുഷ്കാലത്തിൽ ഞാൻ താങ്കളെക്കുറിച്ച് 2 വീഡിയോ ആണ് ആകെ ഇതുവരെ ചെയ്തത്. ഇതാണ് 3ാമത്തത്. അതിലൊരെണ്ണം താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടൊരു വീഡിയോ പണ്ട് മുഹമ്മദ് ഈസ താങ്കളെ ആക്രമിച്ചപ്പോൾ. പിന്നെ താങ്കൾ ഈ 3 കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് എന്നോ ഇൻഷാ അല്ലാഹ് എന്നോ അതുപോലെ അസ്സലാമു അലൈക്കും എന്നോ പറയാത്തവരെല്ലാം കുമ്പസാരിക്കണം, അവരെല്ലാം പാപം ചെയ്ത ക്രിസ്ത്യാനികളാണെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനടക്കം കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വന്നാൽ പിന്നെ ഞങ്ങളൊക്കെ വായടച്ച് മിണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അതെന്ത്? താങ്കൾ ആര് വേട്ടയാടി? താങ്കളൊരു മണ്ടത്തരം പറഞ്ഞത് കേട്ടോണ്ട് റാൻ മൂളാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളൊന്നും ചത്തു തീർന്നിട്ടില്ല സഹോദര. താങ്കളുടെ ഫിലോക്കാലിയക്കാരെ ഒരു പക്ഷേ താങ്കൾ ആ പറയുന്നതെല്ലാം വേദവാക്യം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോകുമായിരിക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയാത്തവരും അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു പറയാത്തവരെല്ലാം കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ, വാ അലൈക്കും മുസ്സലാം എന്ന് പറയാ തിരിച്ചു പറയാത്തവർ കുമ്പസാരിക്കണം, അവർ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനോട് യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറയാത്ത ശിഷ്യന്മാരെ വരെ കുമ്പസാരിപ്പിക്കാൻ നടക്കുക. യേശുക്രിസ്തു കണ്ടപ്പോൾ നിങ്ങൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷമായി. അപ്പോൾ അസ്സലാമു അലൈക്കും അല്ല പറഞ്ഞു, വേറെയാ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ച് കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് പറ്റില്ല സഹോദര. ഒരു ഫിലോക്കാലിയക്കാരന് പറ്റുമായിരിക്കും, പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും ടു ലീ ലാഹിലേക്ക്, ലാഹിന് എല്ലാ സ്തുതികളും കൊടുക്കണമെന്ന് പരസ്യമായിട്ടൊരു ക്രൈസ്തവം പറയണമെന്ന് താങ്കൾ വാശി പിടിക്കുമ്പോൾ, അത് പറഞ്ഞില്ലെങ്കിൽ അവൻ പാപം ചെയ്യുന്നു എന്ന് താങ്കൾ വാശി പിടിക്കുമ്പോൾ, അതിനെ വിമർശിച്ചാൽ എങ്ങനെയാണ് സഹോദര മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ വേട്ടയാടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ പറയുന്ന ആശയം കൊണ്ട് കൃത്യമായ തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടിച്ചത്. താങ്കൾ പറഞ്ഞ ഓരോ വാക്കും താങ്കൾ എന്താണ് പറയുന്നത്? അയ്യോ എന്നെ വേട്ടയാടുന്നേ. ഇതൊരു മാതിരി സുഡാപ്പി ലൈനല്ലേ, ഹമാസുകളുടെ ലൈനല്ലേ. ഹമാസികളുടെ ലൈനിൽ അങ്ങോട്ട് കയറി ഇസ്രായേലിനെ ചുട്ടരിച്ചിട്ട് അങ്ങോട്ട് കയറി ഇസ്രായേലിനെ അടിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ മൈക്രോവേവ് ഓവനകത്തോരെ വേവിച്ചെടുത്തിട്ട് അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ട് അയ്യോ ഇസ്രായേൽ ഞങ്ങളെ തിരിച്ചടിക്കണമെന്ന് പിന്നെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം നടത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബോംബ് വരാൻ നേരത്ത് കിടന്ന് കാറിയിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരു മാതിരി സുഡാപ്പികളുടെ എരവാദമല്ലേ എൻ്റെ മാരിയോ ജോസഫേ? ആ എരവാദം ഇവിടെ മുഴക്കേണ്ട കാര്യമുണ്ടോ? താങ്കൾക്കെതിരെ ഒരേ ഒരു വീഡിയോ ആണ് ഞാൻ അയച്ചത്. ഇക്കിടക്കിനാണ് മുഹമ്മദ് ഈസയൊക്കെ ഓടിച്ചിട്ടോ എന്താ പറയുക, മുഹമ്മദ് ഈസ എം അക്ബറൊക്കെ തലതല്ലിക്കറിയുമല്ലോ. ഞാനൊക്കെ എത്ര വീഡിയോ അവർക്കൊക്കെ എതിരെ ചെയ്തേക്കുന്നത്. എന്നോട് പോലും നിങ്ങൾ ഇത്രയും വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയൊന്നും ധൈര്യത്തിൽ സംസാരിക്കാത്ത ഒരാൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോ ധൈര്യത്തിൽ സംസാരിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് എന്നെയും കഴിഞ്ഞ കുറച്ച് വീഡിയോ പുള്ളിയുടെ ഈ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോക്ക് ഒരു മറുപടി പറഞ്ഞതന്നെ, വേട്ടയാടുകളും കഴിഞ്ഞ കുറച്ച് വീഡിയോകളും ധൈര്യത്തോട് സംസാരിക്കുന്നതിന്റെ പൊന്നു സഹോദര എന്തുവാ ഇതൊക്കെ? ഞാൻ ജനിച്ചു പോയത് ഒരു മുസ്ലിം കുടുംബത്തിലാന്നുള്ളതിന്റെ പേര് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മാരിയോ ജോസഫ്, താങ്കൾ ജനിച്ച ഒരു മുസ്ലിം കുടുംബത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ പേര് താങ്കൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എരവാദം മുഴക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. താങ്കൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചാൽ താങ്കൾ വിമർശിക്കപ്പെടും. അതൊരു ക്രൈസ്തവന്റെ വിശ്വാസപരമായ ബാധ്യതയാണ്. താങ്കളുടെ മേലൊരു പുരോഹിതനുണ്ടെങ്കിൽ, താങ്കളുടെ മേലൊരു ബിഷപ്പ് ഉണ്ടെങ്കിൽ, ആ ബിഷപ്പിന്റെ പുരോഹിതന്റെയും ധാർമ്മികവും വിശ്വാസപരമായ ബാധ്യതയാണ് ഇതുപോലുള്ള പേഗനിസം സഭയിൽ പ്രചരിപ്പിക്കരുതെന്ന് പറയാൻ. അവർ പറഞ്ഞില്ലെങ്കിൽ ക്രൈസ്തവരുടെ ഇടയിലേക്ക് താങ്കളുടെ വീഡിയോ ഇട്ടാൽ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. ദാറ്റ് ഈസ് മൈ റൈറ്റ്. ഞാൻ ഒരു ക്രൈസ്തവനാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനി, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവനാണ്. ഒരു കാത്തലിക് അല്ല എന്തേ ഉള്ളൂ, ഞാൻ ക്രിസ്ത്യാനിയാണ്. താങ്കൾ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുത്താൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അത് മാരിയോ ജോസഫ് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് എതിർത്തല്ല, മനസ്സിലായോ? മുഹമ്മദ് ഈസ ക്രിസ്ത്യൻ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് എതിർത്തല്ല, മനസ്സിലായോ? എം അക്ബർ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് എതിർത്തല്ല. അപ്പോൾ ഇമാതിരി ഹമാസി ലൈനിലുള്ള സുഡാപ്പികളുടെ എരവാദവുമായിട്ട് ദയവ് ചെയ്ത് മാരിയോ ജോസഫ് വരരുത്. താങ്കൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായില്ലേ, പണ്ട് സുലൈമാനിക്കായിരുന്ന സമയത്തൊക്കെ ഇതൊക്കെ നടക്കും, ഈ എരവാദം മുഴക്കാം. പക്ഷേ യു ആർ നോട്ട് എ സുലൈമാൻ എനിമോർ, യു ആർ മാരിയോ ജോസഫ്, യു ആർ എ ക്രിസ്ത്യൻ. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഉടായ്പ വാദവുമായിട്ട് ദയവ് ചെയ്ത് വരാതെ നമുക്ക് കാര്യകാരണ സഹിതം വിമർശിക്കാൻ പഠിക്കും. അപ്പോൾ ഒന്നും കൂടെ ചിന്തിക്കണം. ഒരുതരം എക്സ്ട്രീം വൈരാഗ്യത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു മതവിഭാഗക്കാരോട് അല്ലാതെ, സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങളോടും അല്ല വൈരാഗ്യം. അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും ആശയത്തെ 100% സ്വീകരിച്ച് ഒരുതരം തീവ്രവാദികളായി പോകുന്ന പർട്ടിക്കുലർ മുസ്ലിമുകളോടാണ് വൈരാഗ്യം. ആ വൈരാഗ്യം അല്ല, ഈ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ? അള്ളാഹുവിനെ മുഹമ്മദിനെ അനുസരിക്കാത്ത ഒരു മുസ്ലിമിനെ കാണിച്ചു തരാം. അവൻ പിന്നെ മുസ്ലിം അല്ലല്ലോ. അള്ളാഹുവിനെയും മുഹമ്മദിനെ അനുസരിക്കാത്ത ഒരു മുസ്ലിമിനെങ്കിലും കാണിച്ചു തരാമോ? അള്ളാഹു മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താ? നിങ്ങൾ മുസ്ലിങ്ങളോട് മാത്രം സ്നേഹത്തിൽ ഇടപെടുക, അമുസ്ലിങ്ങളോട് ക്രൂരമായി ഇടപെടുക. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുറാനകത്ത് ആയത്താ, മനസ്സിലായോ? ഇത് സെബാസ്റ്റ്യൻ മുനക്കൽ പറഞ്ഞതല്ല, ഖുറാനകത്തെ ആയത്താണ്. എന്നോട് കൂടെയുള്ളവർ, മുഹമ്മദ് പറയാ, എന്നോട് പ്രവാചകരോട് കൂടെയുള്ളവർ പരസ്പരം ദയാലുക്കളും.
മുസ്ലിങ്ങളല്ലാത്തവർ കാഫറുകളോട് ക്രൂരമായി ഇടപെടുന്നവരുമാണ്. ഇത് ഖുർആനിലെ ആയത്താണ് സഹോദര, അല്ലാതെ അബ്ബാസ് മുനക്കൽ പഠിപ്പിച്ചതല്ല. അപ്പോൾ ഏത് മുസ്ലിമാണ് പ്രവാചകനെ അനുസരിക്കാത്തൊരു മുസ്ലിം? പരസ്യമായിട്ട് ഞാൻ പ്രവാചകനെ അനുസരിക്കില്ല എന്ന് പറയുന്ന ഏത് മുസ്ലിമാണുള്ളത്? അപ്പോൾ അവർ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇത് അനുസരിക്കുന്നു എന്ന് വ്യക്തമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും, നമ്മൾ അത് വിശ്വസിച്ചാലും ഇല്ലേലും, ദാറ്റ് ഇസ് എ റിയാലിറ്റി. അവരത് അനുസരിക്കുന്നു. അവരത് അനുസരിക്കാതെ അവർക്ക് ഇസ്ലാമായിട്ട് തുടരാൻ പറ്റില്ല. ഒന്നുകിൽ അവൻ മുർത്തദാകുക, അല്ലെങ്കിൽ അവനത് അനുസരിക്കുക. ദർ ഇസ് നോ സെക്കൻഡ്. താങ്കൾ ഈ പറഞ്ഞ പോലെ മധ്യമ ഓപ്ഷൻ ഇസ്ലാമിലില്ല. ഒന്നുകിൽ കാഫിർ അല്ലെങ്കിൽ മുനാഫിക്, അതല്ലെങ്കിൽ മുസ്ലിം. അല്ലാതെ ഇടത്തട്ട് നിൽക്കാനുള്ള പരിപാടി ഇസ്ലാമിലില്ല സഹോദര. അത് ബുദ്ധിസത്തിലാണ്, ഇവിടെയല്ല. സമുദായത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവനും കുറ്റപ്പെടുത്തുകയും ലോകം മുഴുവനും ആ സമുദായത്തിനെതിരെ തിരിക്കുകയും അതൊരു വലിയ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാവുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കത്തോലിക്കനായി എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നാളെ മുതലേ പള്ളിയിൽ ആ മൈക്കിലൂടെ രാവിലെ 6 മണിക്കാകുമ്പോൾ സുബഹി അങ്ങ് ബാങ്ക് വിളിക്കും. എന്താ കുഴപ്പം? സുബഹി ബാങ്കിനകത്ത് അള്ളാഹു വലിയവനാണെന്നല്ലേ വിളിച്ചു പറയുന്നത്. അത് പറയാൻ താങ്കൾക്ക് മടിയില്ലല്ലോ. അതുകൊണ്ട് ഫിലോക്കാലിയുടെ നേതൃത്വത്തിലുള്ള പള്ളികളിലെല്ലാവേ ഇടവപ്പള്ളി പോയിട്ട് സുബഹി അങ്ങ് ബാങ്ക് വിളിക്ക്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വായോ, അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. ഇതല്ലേ ഈ ബാങ്ക് വിളിക്കുന്നത്? അപ്പം ഇദ്ദേഹം പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം ഇവരുടെ ഈ ഫിലോക്കാലിയുടെ ദൈവമാണ് അള്ളാഹു എന്ന്. എന്നാൽ പിന്നെ ഈ ബാങ്ക് വിളിക്കാൻ എന്താ പള്ളി വിട്ടുകൊടുത്തൂടെ? പറ്റില്ലല്ലേ? എൻ്റെ പൊന്നു സഹോദര, ഈ ഉഡായ്പ പരിപാടി നിർത്തും. ഒന്നേ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, അല്ലെ മുസൽമാനായിട്ട് ജീവിക്കും. അതിനകത്തൊരു അന്തസ്സുണ്ട്. ഏത് വൈകൃതമാണെങ്കിലും വിശ്വസിക്കുന്ന വിശ്വാസത്തോടൊരു കൂറുണ്ട് അവർക്ക്. താങ്കൾക്ക് അതുപോലും ഇല്ലല്ലോ. ഇവിടെയും ഇല്ല അവിടെയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഇരവാദം മുളക്കി ഇങ്ങനെ മുന്നോട്ട് എത്ര കാലം താങ്കൾ പോകും എന്ന് താങ്കൾ തന്നെ ഒന്ന് ചിന്തിക്കുക. 2 തരം പാപമുണ്ട്, സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. അതായത് പ്രവൃത്തിയാലുള്ള പാപവും ഉപേക്ഷയാലുള്ള പാപവും. അങ്ങനെ 2 പാപമുണ്ട്. പ്രവൃത്തിയാലുള്ള പാപം എന്ന് പറഞ്ഞാൽ ദൈവം കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു, കുടിച്ചാൽ അത് പ്രവൃത്തിയാലുള്ള പാപം. ദൈവം പറഞ്ഞു കള്ളു കുടിക്കരുത്, ഞാൻ പോയി കള്ളെടുത്ത് കുടിച്ചാൽ അത് പ്രവൃത്തിയാലുള്ള പാപം. ഉപേക്ഷയാലുള്ള പാപം എന്താണെന്നറിയോ? തൊട്ടടുത്തിന് ഒരുത്തൻ കള്ളു കുടിക്കുന്ന കാണുമ്പോൾ, എടാ മോനെ കള്ളു കുടിക്കരുതടാ, ദൈവം വിലക്കിയതാണ് എന്ന് അവനോട് പറയുന്ന, പറയാതിരുന്നാൽ അതും പാപമാണെന്ന്. അല്ല സഹോദര, അപ്പൊ ഈ മുസ്ലിങ്ങൾ ഈ പേഗൻ ദൈവമായ അള്ളാനെ ആരാധിക്കണമെന്ന് അത് പറയണ്ടേ? നിങ്ങൾ ആരാധിക്കുന്ന പേഗൻ ദേവനായ അള്ളായാണ്ട് ആരാധിക്കണമെന്ന് പറയണോ? പറഞ്ഞില്ലേ പാപമാണോ? ആണ്. മുഹമ്മദിനനുസരിച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാകും, നിങ്ങൾ പാപം ചെയ്യുന്നവരാകും. നിങ്ങൾ മുഹമ്മദിനനുസരിക്കുന്നു, മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്തില്ലേ പാപമാണോ? ആണ്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്ന സഹോദര, ഒന്നുകിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയരുതെന്ന് പറ. ഇത് താങ്കൾ തന്നെ 2 പേർ. മുസ്ലിങ്ങളൊന്നും പറയാൻ പാടില്ല. മുസ്ലിങ്ങൾ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ആളുകൾ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. അവർ നമ്മളെന്തുണെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അങ്ങോട്ടൊന്നും പറയരുത്. അവർ യേശു ക്രിസ്തുവിനെ വേണമെങ്കിൽ ദൈവമല്ല എന്ന് പറയും. മറിയം വേണമെങ്കിൽ എന്താ പറയുക, ഒറ്റക്ക് പോയി ഗർഭവതിയായിട്ട് താമസിച്ച സ്ത്രീയാണെന്ന് പറയും. ഏതൊരു പുരുഷൻ ദാനം കൊടുത്തൊരു കുട്ടിയാണ് ഈസ എന്നൊക്കെ പറയും. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതൊക്കെ എല്ലാം നല്ലതാണ്. തിരിച്ച് യേശു സത്യദൈവമാണെന്ന് അവരോട് പറയാൻ പാടില്ല. മുഹമ്മദ് പ്രവാചകനല്ല എന്ന് അവരോട് പറയാൻ പാടില്ല. അവരാരാധിക്കുന്ന അള്ളാഹ് ദൈവമല്ല, വെറും ഒരു പേഗൻ ദേവനാണ് എന്ന് അവരോട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. താങ്കളുടെ ഈ വീഡിയോയുടെ അകത്ത് തന്നെ താങ്കൾ ഇത് 2ഉം പറയുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ പറയാതിരിക്കുക, അതാണ് സത്യം എന്ന് പറയുക. ഇത് താങ്കൾ പറയുന്നു, പറഞ്ഞില്ലെങ്കിൽ അത് പാപം, പറഞ്ഞാൽ നിങ്ങൾ വിദ്വേഷികൾ, നിങ്ങൾക്ക് ആ സമുദായത്തോട് സമുദായത്തോട് ദേഷ്യം. ഈ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം തിരക്കാൻ താങ്കളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അറിയാൻ പാലാണ്ട് ചോദിക്കുക. മുസ്ലിം സമുദായത്തിന് ദേഷ്യമുണ്ടോ എന്ന് അളക്കാൻ താങ്കളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്തിനാണ് താങ്കൾക്ക് ഏൽപ്പിച്ചൊരു പണിയുണ്ട്. താങ്കളിപ്പോൾ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റായിട്ട് ജീവിക്കുന്നു, അന്തസ്സായിട്ട് ജീവിക്കുക. താങ്കളുടെ കഴിവിൻ്റെ അകത്ത് നിൽക്കുന്ന പഠനങ്ങളും പഠിപ്പിക്കലുകളും താങ്കൾ നടത്തുക. താങ്കളുടെ പ്രശ്നം അതല്ല. താങ്കൾ ഇസ്ലാം മതത്തെ ന്യായീകരിക്കാനും ഇസ്ലാമിക ദേവനായ അള്ളാഹിനെ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയ്ക്കൊക്കെ തിരികെ കയറ്റാനും താങ്കൾ ശ്രമിക്കുന്നതാണ് താങ്കളുടെ ഏറ്റവും വലിയ തെറ്റ്.